ഞാൻ ആദ്യമായിട്ട് മീറ്റ് ചെയ്യുന്ന വെളുത്ത കറമ്പി ഞാനപ്പോ കണ്ടപ്പോ തന്നെ എനിക്ക് ഭയങ്കരമായിട്ടൊരു ഡിഫറെന്റ് ഫീൽ ചെയ്തു. കാരണം 1.5 വർഷമായിട്ട് ബോട്ട്സ്വാനയിലുണ്ടായിട്ട് ഞാൻ അങ്ങനെ ഒരാളെ കണ്ടിട്ടില്ല. ആ ഫസ്റ്റ് ഇംപ്രഷനിൽ ഞാൻ വീണുപോയി. കല്യാണം കഴിക്കുമ്പോഴാണ് അവൾ ആദ്യമായിട്ട് ഇങ്ങനെയാണ് മലയാളികൾ കല്യാണം കഴിക്കണേന്ന് അറിയുന്നത്. അല്ലാതെ അതിനെപ്പറ്റി ഒന്നും അറിയാണ്ട് വന്ന ഒരാളാണ് കേരളത്തിലേക്ക്. സുഗാനോ വെള്ളം വെള്ളം കുടിച്ചോ? മുട്ട എഗ്സ് പിന്നെ കാണാം. ഫുഡ് കഴിച്ചു. To me actually he's very smart. He treats me like a queen. So now my heart is ഇതൊക്കെ തന്നെ വിചാരിച്ചിരുന്നു. അല്ല, എങ്ങനെയാ വിചാരിക്കണേ? ആള് 0% റൊമാൻറ്റിക് ആണ്. ഇവര് മറ്റേ ഇടങ്ങണിട്ട് നോക്കണം ആ പരിപാടികളൊന്നും ഇല്ലാത്ത ആൾക്കാരാണ്. ഇവരെന്തെങ്കിലും ഉണ്ടെങ്കിൽ സ്ട്രേറ്റ് ആയിട്ട് പറയും, ഇഷ്ടമല്ലെങ്കിൽ സ്ട്രേറ്റ് ആയിട്ട് ഇല്ല എന്ന് പറയും. അപ്പൊ കുറച്ച് കഷ്ടപ്പെട്ടു ഞാൻ. ആഫ്രിക്കൻ, വെളുത്തത്, കറുത്തത്, ഹിന്ദു, നായർ, മുസ്ലിം അങ്ങനെയൊന്നും ഞാൻ നോക്കാറില്ല. ഓരോരുത്തരും മനുഷ്യർ ഇതാണല്ലോ. അപ്പൊ എല്ലാരെയും ഒരേ മനുഷ്യൻ എന്നുള്ള രീതിയിലാണ് കാണാറ്. അവർക്ക് ഡാൻസ്, ഇപ്പൊ ബ്രൈഡും ഗ്രൂമും ഡാൻസ് ചെയ്യണം, അതൊരു ഹോൾ ഡേ പ്രോസസ്സാണ് അവരുടെ. നാട്ടിൽ വരുമ്പോഴത്തേനും ആഫ്രിക്കയിലാണോ എന്നുള്ളൊരു ചോദ്യമാണ് നമ്മൾ പൊതുവെ കേൾക്കുന്നത്. എന്നാൽ അതല്ല സൗത്ത് ആഫ്രിക്ക അല്ലെങ്കിൽ ബോട്സ്വാന എന്ന് പറയുന്ന സ്ഥലം. ഇവിടെ എപ്പോഴും നമുക്ക് ലുലുമാള് മാത്രമേ ഉള്ളൂ. അവിടെ ഒരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ അപ്പുറം നോക്കിയ മാൾ, ഇവിടെ നോക്കിയ മാൾ, ഇവിടെ നോക്കിയ മാൾ. അതാണ് ഇവിടെ ആദ്യം വന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചത്, നമ്മൾ പിറവത്ത് മാളിൽ പോണില്ലേന്ന്. ലുലുമാൾ എന്നുള്ളൊരു സാധനം പുറത്തുനിന്ന് നമ്മൾ കൊണ്ടുവരുന്ന ഒരാൾക്ക് നമ്മുടെ അടുത്തും ഇതുപോലൊരു മാളുണ്ട് എന്ന് കാണിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ലുലുമാള് പോലും ഇല്ലെങ്കിൽ ഞാൻ എവിടെ കൊണ്ട് എന്ത് കാണിച്ചേനെ. ഇപ്പൊ റോഡുകൾ കണ്ടിട്ട് ആദ്യമേ ചോദിക്കുമായിരുന്നു 30 കിലോമീറ്റർ പോകാൻ എന്തിനാണ് 1.5 മണിക്കൂർ. ഇവരൊട്ടും ഗോൾഡ് യൂസ് ചെയ്യില്ല. അപ്പൊ അമ്മ നിർബന്ധിച്ചാണ് ഈ ഒരു ചെറിയ മാലയിൽ താലിയൊക്കെ കോർത്തിട്ടേക്കണത്. ദൂരം പാടില്ല എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചു വെച്ചേക്കണ കാരണം അത് ദൂരം അങ്ങനെ വെച്ചേക്കുവാണ്. അവൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാരേജിനെ പറ്റി ഒന്നും അറിയില്ല. ഇപ്പൊ അവരുടെ ഒരു കൾച്ചർ വെച്ചിട്ട് ഒരു മാരേജ് എന്ന് പറഞ്ഞ ഒരു ഹോൾ ഡേ പ്രോസസ്സാണ്. അപ്പൊ അവരുടെ ട്രഡീഷണൽ കൾച്ചർ വെച്ചിട്ട് എന്റെ ഏറ്റവും വലിയ വിചാരം ഇവക്ക് ഏറ്റവും ഇഷ്ടമാകാൻ പോണ ബിരിയാണി ആയിരിക്കും. ബിരിയാണിക്ക് 0 മാർക്കാണ് നന്നായിരുന്നത്. സൗത്ത് ആഫ്രിക്കക്കാരിയായ പോർഷ്യ തെക്കീസോയും മലയാളിയായ അരുണും കല്യാണം കഴിച്ചു. ഹായ്, വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ട് രണ്ടുപേരും വന്നിട്ടുണ്ട്. അരുൺ, എങ്ങനെ ഫീൽ ചെയ്യുന്നു ഇപ്പോ? അതായത് മാധ്യമങ്ങൾ ശ്രദ്ധിച്ചു, വാർത്തയായി. അത് ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. ഞങ്ങള് ജസ്റ്റ് ഒന്ന് വരിക, കേരളത്തിൽ വരിക, ആൾക്ക് സാരി ഉടുക്കണമെന്നൊരു ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ജസ്റ്റ് ഞങ്ങൾ അതേ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, രഞ്ജിത്ത് എന്ന് പറഞ്ഞിട്ട്, പുറത്തുള്ളതാണ്. അവൻ കല്യാണത്തിന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആളുടെ ഒരു ഐഡിയ ആയിരുന്നു ജസ്റ്റ് ഒരു ഇത് ചെയ്ത്. അപ്പൊ അത് ത്രൂ വന്നിട്ടാണ് ഇത് ഇത്രയും ഇതായത്. പല ന്യൂസ് പേപ്പറിൽ ഞങ്ങൾ ഇന്നലെയാണ് ബാക്കി കാര്യങ്ങളെല്ലാം അറിയണത്. അങ്ങനെ ഹാപ്പിയാണ്. പോർഷ്യ, how do you feel?